തൃശ്ശൂർ ടൗണിൽ ഇത്ര തിരക്കല്ലേ? ആ നഗരത്തിൽ നിന്ന് കുറച്ചങ്ങോട്ട് ഒതുങ്ങി മാറി കഴിഞ്ഞാലേ ഒരു പീച്ച് ഡാം സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ഡാമിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളായിരിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോ. പോയാലോ? തൃശ്ശൂർ നമ്മുടെ ഹൈവേ എന്നൊക്കെ ഏകദേശം ഒരു 10-15 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പീച്ച് ഡാമിലെത്തുട്ടാ. കാറിന് വരുന്നവർക്ക് കാർ പാർക്കിംഗ് 20 രൂപ, ബസ്സിനാണെങ്കിൽ അതേ അരമണിക്കൂർ കൂടുമ്പോഴുള്ള ബസ്സുകളൊക്കെ ഇവിടെ സൗകര്യങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ടിക്കറ്റ് എൻട്രി ഫീസ് വരുന്നത് ഒരാൾക്ക് പെർ ഹെഡ് 20 രൂപയാണ്. പിന്നെ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, കൊണ്ടുപോകണമെങ്കിൽ തന്നെ അവരനുവാദം വേണം. അപ്പോൾ ഒരു 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു സീലടിച്ച് തരും നമ്മുടെ കുപ്പിമേ. അത് തിരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ 20 രൂപ തരും. ഇതുണ്ടാ നമ്മുടെ ഫസ്റ്റ് ഇങ്ങനെ കയറുന്ന ഒരു എൻട്രൻസിലുള്ള സംഭവം. പിന്നെ പോകുമ്പോൾ തന്നെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് സംഭവം എന്ന് പറയില്ല എത്ര കിലോമീറ്റർ, ഇങ്ങനെ കാപ്പാട് ബീച്ച്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും കിലോമീറ്റർ ദൂരം തോന്നുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് ഇവിടെയാണ് കേട്ടോ, ഇതിൻ്റെ സ്റ്റാർട്ടിങ്. പണ്ടൊക്കെ ഞാനൊരു ഏകദേശം ഒരു 10-15 കൊല്ലം മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അന്ന് ഇവിടെ നിറച്ച് വെള്ളമായിരുന്നു. വെള്ളം കാണാൻ തന്നെ ഒരു ഭയങ്കരമായിട്ടൊരു അടിപൊളി കാഴ്ചകൾ തന്നെയായിരുന്നു ഇവിടെ. ഇവിടെ ഇപ്പോൾ പറയത്തക്ക ആൾക്കാരും ഇവിടെ കുറവാണ്, കാഴ്ചക്കാരും കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. പഴയ ആ ഒരു ഭംഗിയൊക്കെ കുറഞ്ഞ പോലെ തോന്നണം. വർഷങ്ങൾക്ക് മുന്നൊക്കെ ഒരു അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ അവിടെ. ഇതാണ് ഡാമിൻ്റെ മുകൾ വശത്ത്. ഏകദേശം ഒരു 300 മീറ്ററൊക്കെ ദൂരം ഡാമിൻ്റെ നീളമുണ്ടെന്ന് തോന്നുന്നുണ്ട്. വെള്ളമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വറ്റി വരണ്ട് കിടക്കണം. അതുകൊണ്ടാവാം ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ച കാണാനില്ല. ഇവിടെ ഡാമിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു ക്യാൻറ്റീൻ പോലെ ഉണ്ട് കേട്ടോ, കൂൾ ഡ്രിങ്ക്സും സാധനങ്ങളൊക്കെ ഉള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ നേരെ കണ്ണെടുത്ത് കണ്ട അതിൻ്റെ മുകളിൽ കയറാനുള്ള ഒരു കാഴ്ചയുണ്ട്, നമുക്ക് പോകുമ്പോൾ കാണാം. പവിലിയൻ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ബിൽഡിങ് ഉണ്ട് അതിൻ്റെ മുകളിൽ. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് പോകാം കേട്ടോ. ഞാൻ മുന്നേ പോയിട്ടുണ്ട്, ഇപ്പം നമുക്കൊന്ന് കയറി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ ഫില്ലറുകളായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഞാനത് വീഡിയോ പിടിച്ചിട്ടില്ല. അവിടെ കുറച്ച് കപ്പിൾസൊക്കെ ഇരിക്കണമായിരുന്നു, ഞാനത് വീഡിയോ പിടിച്ചിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഫ്ലോർ പോലെ ഒരു സ്ഥലത്താണ് കേട്ടോ അതിൻ്റെ പുറകുവശം. ആ ബിൽഡിങ്ങിൻ്റെ പുറകുവശമാണ് ഇത് കാണുന്നത്. എൻ്റെ മുൻവശം എന്നിപ്പോൾ കാണിച്ചു തരാം. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ കാഴ്ച വേണ്ടി കാണാൻ പറ്റും. അതിൻ്റെ മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ അതെ ഇങ്ങനൊരു വിഷ്വൽ കാണാൻ പറ്റും. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിലേക്ക് കയറാം കേട്ടോ. അതിലേക്കുള്ള സ്റ്റെപ്പുകൾ ഇതാണ്. നമുക്ക് അതിൻ്റെ ടോപ്പിലേക്ക് കയറിയിട്ടുള്ളൊരു കാഴ്ചയും കൂടി നമുക്ക് നോക്കാം. ഇതാണ് കേട്ടോ ഇവിടെ നിന്നുള്ളൊരു വ്യൂ പോയിൻറ്റ്. ഏറ്റവും ടോപ്പിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതാണ് നമുക്കിതിൽ ഏറ്റവും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു കാഴ്ച ഏറ്റവും ഹൈറ്റിൽ കയറി നിന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഏറ്റവും ടോപ്പിൽ നിൽക്കുമ്പോൾ ഒരു കാഴ്ച
ഞാൻ മുകളിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും കുറച്ച് ഫാമിലികൾ വന്നിട്ട് അവിടെ താഴത്ത്. അപ്പോൾ അവർ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ കളിക്കുന്ന സ്ഥലമുണ്ട് അവിടെ, ഊഞ്ഞാലും ഒക്കെ ആടാനുള്ള സൗകര്യങ്ങളും അവരങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട് അവിടെ. ഞാൻ അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു. നടപ്പാതകൾ കുറേ കാണുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഫോറസ്റ്റ് എന്ന് എഴുതിച്ചിട്ടുണ്ട്. ഇതിൽ കൂടെ നടക്കാൻ പറ്റുമെന്നാണ് അവർ പറയണത്. പക്ഷേ നമുക്ക് അതിനെ ഗാർഡനിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഗാർഡനിലേക്ക് പോയുള്ള കാഴ്ചകൾ നമുക്ക് നോക്കാം. ഇവിടെ ഇങ്ങനെ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. അതൊരു നടന്ന് വയ്യാണ്ടാവും ചിലവർക്ക്. നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് ഇങ്ങനെ ഇരിക്കാം. കുട്ടികളെ കൊണ്ടുവരികയാണെങ്കിൽ കുട്ടികൾക്കുള്ള കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. ഇത് എത്ര വർക്കിംഗ് ആണെന്ന് അറിയില്ല. ഇങ്ങനെ അതെ കണ്ട, ഇതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ താഴ്ത്തും ഉണ്ടെന്നാണ് തോന്നണേ. നമുക്ക് നോക്കാം. താഴ്ത്തും ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതൊരു 3 തട്ടായിട്ടാണ് കേട്ടോ അവർ ഒരുക്കിയിട്ടുള്ളത്. കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളും പൂന്തോട്ടവും അങ്ങനെയൊക്കെ 3 തട്ടുകളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ തട്ടിലാണ് ഇങ്ങനത്തെ കുട്ടികൾ കളിക്കാനും ഇരിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുള്ളത്. പിന്നെ 3-4 എൻട്രൻസ് ഉണ്ട് ഇതിലേക്ക് വരാനായിട്ട്. ഇതാണ് കേട്ടോ നമ്മുടെ 3-ാമത്തെ തട്ടിലേക്കാണ് ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത്. ഇവിടെ ഫുള്ളും പൂന്തോട്ടമാണ് കേട്ടോ. പൂന്തോട്ടം ഗാർഡൻ സെറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം കൂടിയിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ കണ്ട ഇങ്ങനെ ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കാണാൻ സ്റ്റൈലാണ്. ഇവിടെ ഡാമിൽ വെള്ളമില്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഈ പ്രതിമ കണ്ട അതിന് ചുറ്റും ഇങ്ങനെ വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാറുണ്ട് ഇങ്ങനെ സ്ഥിരമായിട്ട്. ഇപ്പം ആ കാഴ്ചകളൊന്നും കാണാനില്ല. എന്താണെന്നറിയാം, ഡാമൊക്കെ ആകെ ഒരു നശിച്ച പോലെയൊക്കെ കാണുമ്പോഴേ ഒരാകെ ഡ്രൈ ആയി വെള്ളമില്ലാതെ വരണ്ട് കിടക്കണം. അതുകൊണ്ടാവാം വലിയൊരു സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായില്ലേ. ഫാമിലിയോട് കൂടിയിട്ട് വരണമെങ്കിൽ 1 മണിക്കൂറൊക്കെ കുട്ടികൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരിക്കും കേട്ടോ ഈ ബീച്ച് ഡാം. ഇവിടുന്ന് ട്രക്കിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടുന്ന് പെർമിഷൻ എടുത്ത് കഴിഞ്ഞാൽ ട്രക്കിങ്ങിന് പോവാം.
ഡാമിൻ്റെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞപ്പോൾ അതെ ഇങ്ങനെ ഒരു മ്യൂസിയം ഉണ്ടെന്ന് അവിടെ പുറകിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആശ്വാസമായിട്ട് നമ്മൾ മ്യൂസിയം കാണാമെന്നുള്ള തീരുമാനത്തിൽ അങ്ങോട്ട് നടന്നു. അപ്പോൾ നോക്കാം. മ്യൂസിയത്തിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണണമെങ്കിൽ ഈ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കാണണം കേട്ടോ. നമ്മുടെ കേരളമല്ലേ, കേരളത്തിൻ്റെ 3D മാതൃകയാണെന്നാണ് പറയണത്. ഓരോ സ്ഥലങ്ങളും ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ചാലക്കുടി, ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂർ, അങ്ങനെ എല്ലാ വശവും കേരളത്തിലുള്ള മുഴുവൻ സ്ഥലം ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏകദേശം പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കേട്ടോ. അതൊരു നല്ല കാണാൻ ഭംഗിയുണ്ട്, പക്ഷെ നമുക്കത് അടുത്ത് പോയി കാണാൻ പറ്റില്ല. ഇങ്ങനെ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ടാണ് നമ്മളിത് കാണുന്നത് കേട്ടോ. ഇതാണ് മ്യൂസിയം. അങ്ങനെ പീച്ച് ഡാമും പൂന്തോട്ടം നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. എനിക്ക് വലിയ ഇഷ്ടമായില്ല. അടുത്ത വീഡിയോ കാണാൻ വരെ നന്ദി, നമസ്കാരം.